ഈ അടുത്തൊരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, മൗലിദിൽ എന്താ കുഴപ്പം, എന്തായാലും ഒരു പ്രശ്നമുള്ളത്? ഞാൻ ഈ വരി പറഞ്ഞു കൊടുത്തു. അവർ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിന്റേതാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള വിജ്ഞാനവും ഭാവി കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയ പേനയുടെ വിജ്ഞാനവും നിന്റെ വിജ്ഞാനത്തിൽപ്പെട്ടതാണ്. ഇത് ആരെ പറ്റി പറയേണ്ടതാണ്? അവൻ പറഞ്ഞു അള്ളാഹിനെ കുറിച്ച് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ബുർദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വരിയാണ്. അവൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒരു സാധാരണക്കാരനെ മുസ്ലിം പറഞ്ഞ വാക്കാണത്. ഈ വരി ഇതൊരാളോട് പറയാ, ഇത് നിങ്ങൾ ഇത് ആരെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയാതെ പറയാ. എന്നിട്ട് ചോദിക്കുക ഇത് ആരെ കുറിച്ച് പറയേണ്ടതാണ്? ഏതൊരു ബുദ്ധിയുള്ള മുസ്ലിമും പറയും ഇത് അള്ളാഹിനെ കുറിച്ച് പറയേണ്ടതാണ്. നിങ്ങൾ പറയുന്നത് ബുർദയിലെ വരിയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ബുർദയിൽ പാടിയ വരിയാണിത്. റബീഉൽ അവ്വലിൽ പാടുന്ന വരിയാണിത്. ഉസ്താദിൻ്റെ ചോദ്യത്തിന് കേവലം സാധാരണക്കാരനായ ഒരു വ്യക്തി ഉത്തരം നൽകി. അദ്ദേഹത്തിന് ഇസ്ലാമികപരമായ പാണ്ഡിത്യം കുറവായതിൻ്റെ പേരിലായിരിക്കാം അദ്ദേഹം അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണയിലെത്തിപ്പെട്ടതും ഉത്തരം നൽകിയതും. അതിനെയൊക്കെ തിരുത്തേണ്ടത് ഉസ്താദുമാരുടെയൊക്കെ കടമയാണ്. കാരണം ബുർദ ചെല്ലുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതല്ല. അതിൽ ഉസ്താദ് എടുത്തു പറഞ്ഞ ആ വരിയെ നോക്കാം. ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ, ദുനിയാവും അതിലെ ബുദ്ധിമുട്ടുകളും അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് നബിയെ. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ഖലമിൻ്റെയും ലോഹിൻ്റെയും ഇൽമ് അങ്ങയുടെ ഇൽമുകളിൽപ്പെട്ടതാണ് നബിയെ. ഈ രണ്ട് വരികളിലുമുള്ള പ്രതിപാദ്യം അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാം. കാരണം ഈ പ്രപഞ്ചവും നാമുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ടാണ്. അങ്ങനെയുള്ള പ്രവാചകൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ലോകം എന്നുള്ള വാക്ക് ഒരിക്കലും വിമർശനോചിതമല്ല. രണ്ടാമത്തെ വരി ഖലമിൻ്റെയും ലോഹിൻ്റെയും ഇൽമ് അങ്ങയുടെ ഇൽമിൽപ്പെട്ടതാണ് നബിയെ. ഇതും ഒരിക്കലും തെറ്റായ ഒരു പ്രസ്താവനയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തുള്ള എല്ലാ അറിവും നൽകിയിട്ടുണ്ട്. അങ്ങനെ നബിക്ക് അറിയാവുന്ന ഇൽമിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഖലമിൻ്റെയും ലോഹിൻ്റെയും ഇൽമ് അങ്ങയുടെ ഇൽമിൽപ്പെട്ടതാണെന്ന്. ഉദാഹരണത്തിന് നമ്മുടെ ഉടമസ്ഥതയിലുള്ള കുറച്ച് സ്ഥലം അത് നമ്മുടെ ഭൂമിയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലമാണ് അത് എൻ്റെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അവിടെ ശിർക്ക് വരുമോ? അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നബിക്ക് അറിയിച്ചു കൊടുത്ത ഇൽമുകളെക്കുറിച്ച് അത് നബിയുടെ ഇൽമുകളിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ, നബിയുടെ ഇൽമാണ് എന്ന് പറയുമ്പോൾ അതിൽ ശിർക്കോ തെറ്റോ വരാനില്ല.